ആരും കാണാതെ പോയ രാജ്യസ്നേഹികളുടെ ഒരു വാർത്തയുണ്ട്. ഈ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയൊരു വാർത്തയാണത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, യുവമോർച്ച നേതാവ് ഉൾപ്പെടെ 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. രാജ്യസ്നേഹികളുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിക്കുക അല്ലേ? വാർത്ത എങ്ങനെയാണ്: നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജസ്ഥാനിലെ യുവമോർച്ച നേതാവ് ഉൾപ്പെടെ 5 പേരെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും, കൊന്ന് കൊന്ന് നിങ്ങൾ ഈ നാടിൻ നെഞ്ചിൽ കത്തിവെക്ക്, കൊന്ന് കൊന്ന് നിങ്ങൾ നല്ലൊരു സംസ്കാരത്തിൻ ചിതയൊരുക്ക്, ശ്രീരാമൻ പാടിത്തരാത്ത ഗീത പറഞ്ഞു തരാത്ത കൊലവിളി നടത്തു നിങ്ങൾ, കൂടെ ജയ് ഭാരത് വിളിക്ക്. ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് രക്ഷപ്പെട്ടു പോകും. കാരണം അതോടുകൂടി അവർ രാജ്യസ്നേഹികളാവും. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷകളിലൊന്നായ നീറ്റ് പരീക്ഷൻ്റെ ചോദ്യപേപ്പർ 15 ലക്ഷം രൂപക്കാണ് ഒറ്റിക്കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അതിൽ ജയ്പൂരിലെ യുവമോർച്ച നേതാവ് ദിനേശ് ബിവാൽ, സഹോദരൻ മങ്കിലാൽ ബിവാൽ, വികാസ് ബിവാൽ, നാസിക് സ്വദേശി ശുഭം ഗൈർനാർ, ഗുരുഗ്രാം സ്വദേശി യാഷിദ് യാദവ് എന്നിവരെയാണ് പിടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു മുസ്ലിം പേരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തീവ്രവാദ ബന്ധവും മറ്റുള്ള രാജ്യദ്രോഹ സംഗതികളൊക്കെ ചർച്ച ചെയ്യുകയും ചാനലിൽ പിന്നെ അന്തിച്ചർച്ചകളും മറ്റുമൊക്കെ ഉണ്ടാകേണ്ട ഒന്നാണിത്. ഏതായാലും അതൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം രാജ്യത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, രാജ്യത്തിൻ്റെ വ്യവസ്ഥിതികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന അത്തരം ആളുകളാണല്ലോ ഇത്തരക്കാർ. ഈ പറയുന്ന യുവമോർച്ച നേതാവ് രാജ്യത്തെ BJP നേതാക്കളോടൊപ്പം ധാരാളം ഫോട്ടോസൊക്കെ പങ്കുവെച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ അറസ്റ്റിലായ യാഷ് യാദവിൽ നിന്ന് കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ പിടിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് ഒരു കൊല്ലത്തിൽ മാത്രം ഉണ്ടായൊരു സംഭവമല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. അതിൽ മറ്റൊരാളുടെ കുടുംബത്തിൽപ്പെട്ട 4 പേര് ഇതേപോലെ നീറ്റ് പരീക്ഷയിൽ വിജയിച്ചിരുന്നു, ഒരുമിച്ച് വിജയിച്ചിരുന്നു. അതും ഇപ്പോൾ സംശയത്തിൻ്റെ ഭാഗമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യപേപ്പറൊക്കെ അവർ കൊറിയർ വഴി അയച്ചു കൊടുത്ത് 15 ലക്ഷമൊക്കെ വാങ്ങി. നോക്കൂ, എത്രത്തോളം ഗുരുതരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിലെ പ്രതികളെക്കുറിച്ചോ അത് ചെയ്തതിനെക്കുറിച്ചോ യാതൊരു വിധത്തിലുള്ള വാർത്തകളോ മറ്റോ ഒന്നും വരാത്ത സാഹചര്യത്തിലാണ് നമുക്കെങ്കിലും ഈ ഒരു രാജ്യസ്നേഹികളുടെ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയണമല്ലോ. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോൾ നടപടിയൊക്കെ എങ്ങനെയാണ് എന്നറിയില്ല. ആരൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ? അതിൽ BJP നേതാക്കൾക്കുള്ള ബന്ധം എന്താണ്? ഇതിൽ എത്രത്തോളം ഭരണകക്ഷി തലങ്ങളിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. അപ്പോൾ ഈ ഭരണകൂടത്തിൽ അവരുടെയൊക്കെ സ്വാധീനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം അതൊക്കെ പുറത്തു വരുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ്.